നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമുക്ക്. കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കോഴിക്കോട് നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ കിഴക്ക് മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡിൽ മുണ്ടിക്കൽ താഴം ജംഗ്ഷന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൗദ്രഭാവമുള്ള മൂർത്തിയാണ്. അതായത് കുവലയ പീഠനിഗ്രഹം കഴിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ അപൂർവ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കുടികൊള്ളുന്നത്. എന്താണ് കുവലയ പീഠനിഗ്രഹം എന്നുകൂടി പറയാം. കൃഷ്ണനെയും ബലരാമനെയും വധിക്കാൻ കംസൻ നിയോഗിച്ച കുവലയ പീഠം എന്ന മദയാനയെ കൊന്ന് അതിൻ്റെ ഊരിയെടുത്ത കൊമ്പുമായി കംസനിഗ്രഹം നടത്തിയ കൃഷ്ണനെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. രാജഭരണകാലത്ത് പഞ്ചപ്രാകാരത്തോടു കൂടിയും ഉത്സവാദി കാര്യങ്ങൾ പ്രൗഢിയോടുകൂടി നടന്നു പോന്നിരുന്ന ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ടു. ശ്രീകോവിലൊഴികെ മറ്റെല്ലാം തകർന്നടിഞ്ഞ ക്ഷേത്രം പൂജാദികൾ മുടങ്ങി ചൈതന്യലുപ്തമായി തീർന്നു. ഏകദേശം 53 വർഷം മുൻപ് രൂപപ്പെട്ട ജനകീയ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ പുനരാരംഭിച്ചത്. ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ: അഷ്ടമിരോഹിണി ആഘോഷം, ഗുരുവായൂർ ഏകാദശി, ഉദയാസ്തമന പൂജ ഇവയൊക്കെ നടത്തിവരുന്നു. 6 ദിവസത്തെ പ്രതിഷ്ഠാദിന ആഘോഷം കുംഭമാസത്തിലെ മകയിരം നാളിലാണ് തുടക്കം കുറിക്കുന്നത്. വഴിപാടുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നെയ്വിളക്ക്, തൃക്കൈവെണ്ണ, വെണ്ണ നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. രാധാമാധവ പൂജ, ത്രികാല പൂജ, മുഴുക്കാപ്പ്, അരക്കാപ്പ്, നിറമാല, പാൽപ്പായസം, ചുറ്റുവിളക്ക് എന്നിവയും കഴിപ്പിക്കാവുന്നതാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രശക്തി എന്നൊരു മാസികയും ഇവിടെ പുറത്തിറക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വീണ്ടും കാണാം.